നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വാർത്ത പുറത്തുവരികയാണ്. 48 മണിക്കൂറിനകം ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തിന് മുതിരരുത് എന്ന ഇറാന് മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു. ഏപ്രിൽ 1 സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിലെ ഗുദ്സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അടക്കം 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിരുന്നുമില്ല. എന്നാൽ പിന്നിൽ ഇസ്രായേലാണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുത് എന്ന വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം. 2 രാജ്യങ്ങളിലും നിലവിൽ താമസിക്കുന്നവർ എംബസി രജിസ്റ്റർ ചെയ്യണം. പരമാവധി യാത്ര ഒഴിവാക്കി താമസ സ്ഥലങ്ങളിൽ തുടരാൻ ശ്രമിക്കണമെന്നും ഇറാഖ് മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് സാധ്യതയേറിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ മുന്നറിയിപ്പ്. ഇന്ത്യക്ക് പുറമെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് യാത്ര നിരോധിച്ചിട്ടുണ്ട്. ടെൽ-അവീവ്, ജെറുസലേം അടക്കം നഗരങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള യാത്ര പാടില്ല എന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എന്തായാലും യുദ്ധം മറ്റൊരു മേഖലയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പല നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവർ പറഞ്ഞിരുന്നു, ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ഏത് നിമിഷവും കടന്നു കയറാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ കൂടി യുദ്ധമുഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കാര്യങ്ങൾ നിൽക്കുകയില്ല. അമേരിക്കയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന ഒരു നിരീക്ഷണം വന്നിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഈ ഒരു വാർത്ത കൂടി നോക്കുമ്പോൾ അതിന് സാധ്യത ഏറുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അവസാന വാണിംഗ് അല്ലെങ്കിൽ അവസാന മുന്നറിയിപ്പ് ഇറാന് അമേരിക്ക അടക്കം നൽകുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് അടക്കമുള്ളവർ വലിയ രീതിയിൽ ഈ ഒരു യുദ്ധത്തെ മറ്റു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുടുംബാംഗങ്ങളെ അടക്കം, മക്കളും പേരക്കുട്ടികളും അടക്കമുള്ള 7ഓളം പേർ കുടുംബത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ഹമാസിന്റെ തലവന്. അതുകൊണ്ട് തന്നെ പല രീതിയിലും അദ്ദേഹത്തിന്റെ സംസാര രീതിയിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഒരു ആത്മവിശ്വാസം കാണുന്നുണ്ടെങ്കിലും പ്രകടമാകുന്നുണ്ടെങ്കിലും പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ഏതൊരു വ്യക്തി മരിച്ചാലും ഞങ്ങൾക്ക് ദുഃഖമാണ്, അതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബാംഗങ്ങൾ മരിച്ചാലും സാധാരണക്കാരെ പോലെയല്ല ഞങ്ങൾ, മരണത്തെ പോലും ആഘോഷിക്കുന്ന, മരണം അത്രയും ദിവ്യമാണെന്ന് കാണുന്ന ആൾക്കാരാണ് ഞങ്ങളെന്ന് ഇയാൾ പറയുകയുണ്ടായി. എന്തായാലും ഈ കുടുംബത്തിലെ ഈ ഒരു മരണം അത് ഇസ്രായേൽ പോലും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു അറിഞ്ഞു നടത്തിയൊരു ഓപ്പറേഷൻ അല്ല എന്നൊരു വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ഹൂതി വിമതർ ഒരു സൈഡിൽ നിന്ന് വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം നൽകുന്നു, പ്രതിരോധം തീർക്കുന്നു. മറ്റൊരു വശത്ത് ഹമാസ് കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുന്നു. ഇറാൻ ഏത് നിമിഷവും യുദ്ധം പ്രഖ്യാപിച്ചേക്കാമെന്ന് പറയുന്നു. ഇസ്രായേലിന് അമേരിക്കയുടെ കരുത്ത് പലതരത്തിൽ നിന്നും ചോർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ബന്ദികളെ തേടിയുള്ള ആവശ്യം അത് ശക്തമായി തന്നെ ഇസ്രായേലിനകത്ത് നിന്ന് തന്നെ വലിയൊരു യുദ്ധം പുറപ്പെടാനുള്ള സാധ്യതയേറെയാണ്. എന്തായാലും ഈ 5 കാര്യങ്ങൾ കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ തള്ളി നീക്കുകയാണ്. പക്ഷേ ശക്തമായ തിരിച്ചടി അല്ലെങ്കിൽ ശക്തമായ തിരിച്ചുവരവ് ഇസ്രായേൽ വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എല്ലാത്തിനും ഒരു അന്ത്യം കുറിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇനിയൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇനി വലിയൊരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടായേക്കാം അവർ ഇറങ്ങുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.